തമിഴ്നാട് ചരിത്രത്തിലാദ്യമായി മുസ്ലിം ലീഗ് മന്ത്രിസഭയിൽ പാപനാശം എംഎൽഎ എം ഷാജഹാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എം ഷാജഹാൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയാകും. വിസികെയുടെ തിണ്ടിവനം എംഎൽഎ വിന്നി അരശും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. സാമൂഹ്യനീതി വകുപ്പാണ് വിന്നി അരശ് കൈകാര്യം ചെയ്യുക. റിസ്വാൻ ഹുസൈൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. റിസ്വാൻ, അങ്ങനെ ചരിത്രത്തിലാദ്യമായി മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന്റെ പ്രാതിനിധ്യം വരികയാണ്. മറ്റ് ആരൊക്കെയാണ് ഇപ്പോൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്? അവരുടെ വകുപ്പുകൾ എങ്ങനെയാണ്? ദിവ്യ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം, തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം ഒരു ചരിത്ര ദിനമാണ് ഇന്ന്. അവരുടെ ഈ കഴിഞ്ഞ ഒരു 60 അല്ലെങ്കിൽ ഒരു സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യമായി മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് ഇടം നേടുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഇന്നത്തെ ദിവസം. പാപനാശം എംഎൽഎ എം ഷാജഹാനാണ് മുസ്ലിം ലീഗിന്റെ മന്ത്രിയായി ആദ്യമായി മന്ത്രിയാകുന്നത്. അദ്ദേഹം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് കൈകാര്യം ചെയ്യുക. മാത്രമല്ല വഖഫ് വകുപ്പും അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യും. മറ്റൊരാൾ വിസികെയുടെ മന്ത്രിയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. തിണ്ടിവനം എംഎൽഎ വന്നി അരശാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹം സാമൂഹ്യനീതി വകുപ്പായിരിക്കും കൈകാര്യം ചെയ്യുക. രണ്ട് മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ. ഇതോടെ 35 മന്ത്രിമാരാണ് മന്ത്രിസഭയിൽ അധികാരമേൽക്കുന്നത്. അതായത് സമ്പൂർണ്ണമായും ഒരു മന്ത്രിസഭ അധികാരമേൽക്കുന്നു. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 35 തമിഴ്നാട്ടിലെ മാക്സിമം മന്ത്രിമാരുടെ ഒരു നമ്പർ എന്ന് പറയുന്നത്. ആ 35 മന്ത്രിമാരും ഇപ്പോൾ അധികാരത്തിലെത്തിയിരിക്കുന്നു. ഇതിനൊരു പുതിയ മന്ത്രി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ മന്ത്രിസഭ നിലവിൽ അധികാരത്തിലെത്തിയിരിക്കുന്നു. ഇന്നത്തെ ചടങ്ങിൽ ഗവർണർ ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ വിസികെയുടെയും മുതിർന്ന നേതാക്കൾ, ദേശീയാധ്യക്ഷൻ ഖാദർ മൊയ്തീൻ അടക്കമുള്ള നേതാക്കളും ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഇന്നലെ അതുപോലെ തന്നെ 23 എംഎൽഎമാർ മന്ത്രിസഭയിലേക്ക് എത്തിയിരുന്നു. 21 TVK എംഎൽഎമാരും അതുപോലെ തന്നെ 2 പേർ കോൺഗ്രസിൽ നിന്നും. കോൺഗ്രസിന് 59 വർഷത്തിന് ശേഷമാണ് ഒരു മന്ത്രിസഭയിൽ, തമിഴ്നാട്ടിൽ മന്ത്രിസഭയിലേക്ക് ഒരു അംഗത്വം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ തന്നെ ദളിത് നേതാവിനടക്കം പ്രാതിനിധ്യം ലഭിക്കുന്നു. 8 ദളിത് നേതാക്കൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുന്നു. അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം ഒരു ചരിത്ര ദിവസമാണ് ദിവ്യ. യെസ് അങ്ങനെ തമിഴ്നാട്ടിൽ 35 അംഗ മന്ത്രിസഭ അധികാരത്തിലേറിയിരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രാതിനിധ്യം കൂടി അങ്ങനെ തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ആദ്യമായി മന്ത്രിസഭയിൽ വരികയാണ്. റിസ്വാനാണ് വിശദാംശങ്ങൾ നൽകിയത്.